നമസ്തേ. എന്തോരം സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്നത്. സക്കറിയ പുരോഹിതന് ദർശനം, മറിയമിന്, ജോസഫിന്, ആട്ടിടയന്മാർക്ക്, ജ്ഞാനികളായ രാജാക്കന്മാർക്ക്, അങ്ങനെ സ്വപ്നങ്ങളുടെ ഒരു പെരുമഴക്കാലം. യോഹന്നാനും ക്രിസ്തുവുമൊക്കെ ജനിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇവയൊക്കെ. പഴയ നിയമ ചരിത്രത്തിലും ഇത്തരം സ്വപ്നങ്ങളുണ്ട്. മക്കളുണ്ടാകുമ്പോൾ മാതാപിതാക്കൾക്ക് നിറയെ സ്വപ്നങ്ങൾ. നീതിയും സത്യവുമുള്ള മക്കളുണ്ടാവുവാൻ മാതാപിതാക്കൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണമെന്നാവും തിരുവെഴുത്ത് പഠിപ്പിക്കുക. തങ്ങളുടെ മക്കൾ ഈ ലോകത്തിൽ വലിയവരാകുന്നതിനെ കുറിച്ചല്ല, ദൈവസന്നിധിയിൽ വലിയവരാകുന്നതിനെ കുറിച്ചാണ് അവർ സ്വപ്നം കണ്ടത്. മദ്യവും ലഹരിയും ഉപയോഗിക്കാത്ത മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, നോമ്പുള്ള മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. ശരിക്കും കരുണയും സ്നേഹവും നിസ്വാർത്ഥതയുമൊക്കെ തലയ്ക്ക് പിടിക്കാതെ വരുമ്പോഴല്ലേ മറ്റ് ലഹരികൾക്ക് പിന്നാലെ അവർ ഓടുക. ഈ ലോകത്തിൽ വലിയവരാക്കാനുള്ള പരിശ്രമങ്ങൾക്കിടയിൽ ദൈവത്തെയും സ്നേഹത്തെയും നമ്മുടെ മക്കൾ അറിയാതെ പോകുന്നുണ്ടോ? ആരാധനകളും നോമ്പുകളും അവരെ അറിയിക്കാതെ വിടുകയാണോ? സൂക്ഷിക്കണം. അവരുടെ ലഹരികളുടെ ലോകം വേറെയാവുന്നത് ചിലപ്പോൾ നീ അറിയാതെ പോകും. അവർ നിന്നോട് പോലും അസത്യമാണ് പറയുന്നതെന്നും വരാം. പോകെ പോകെ നമ്മുടെ വീടുകളിൽ അശാന്തി നിറയുന്നു, അസമാധാനമേറുന്നു, ഭയം വർദ്ധിക്കുന്നു. നമുക്ക് തിരുത്താം നമ്മുടെ സ്വപ്നങ്ങളെ. സമാധാനം ജനിക്കണമെങ്കിൽ കുറെ കൂടി ഉയർന്ന സ്വപ്നങ്ങൾ നമുക്കുണ്ടാകണം. ദൈവത്തിൽ നിന്ന് നാം കേട്ടു തുടങ്ങണം. നിശ്ചയമായും നമ്മുടെ മക്കളെ പ്രതിയെങ്കിലും ദൈവത്തെ കേൾക്കാൻ നാം മനസ്സുവെക്കണം. അതേ സഹാവേ, പ്രാർത്ഥന എന്നാൽ അങ്ങോട്ടുള്ള പരിഭവം പറച്ചിലുകളുടെ പേരല്ല, അവിടുന്ന് കേൾക്കാനുള്ള മനസ്സിരുത്തൽ കൂടിയാണത്. തിരക്കുകൾ ഒരുപാട് നിനക്കുണ്ടെന്നറിയാം. എന്നാൽ ഇന്ന് ഒരിത്തിരി നേരം അവനെ കേൾക്കാൻ മാറ്റിവെക്കണേ. ആദരവോടെ, സക്കർ.